ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഹരിപ്രസാദിന്റെ സ്വഭാവത്തെ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് രേണുക സുപ്രിയയോട് പറയുന്നു. ഹരിപ്രസാദും ശ്രുതിയും തമ്മിലുള്ള കല്യാണം നടക്കാതിരുന്നത് നന്നായെന്ന് അച്യുതൻ പ്രഭാകരനോട്. ഇതെല്ലാം കേട്ടുവരുന്ന ശ്രുതിയുടെ മുന്നിൽ വിഷയം മാറ്റുന്ന പ്രഭാകരനും അച്യുതനും. ഒറ്റയ്ക്കിരിക്കുന്ന ഹരിയെ ഉപദേശിക്കുന്ന അച്യുതൻ, പഴയതുപോലെയല്ല, നിന്നെ കാത്തിരിക്കുന്ന ഒരാൾ കൂടി ഇവിടെയുണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. രഹസ്യമായി സൂക്ഷിച്ച മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിക്കുന്ന സുപ്രിയ ഹരിയെ കണ്ട് റിപ്പോർട്ട് ബാഗിൽ വെക്കുന്നു. മോഡേൺ ഡ്രസ്സുകൾ ഇടണമെന്ന സുപ്രിയയുടെ വാക്കിനെ ധിക്കരിക്കുന്ന ഹരി. സുപ്രിയയിൽ അമർഷം. ഇനി തുടർന്ന് കാണുക. അമ്മേ, അമ്മേ ചായ. ഗുഡ് മോർണിംഗ് അമ്മ. കുളിച്ചില്ലേ മോളെ? അയ്യേ, പോയി കുളിച്ചിട്ട് വാ. ഇത്ര നേരത്തെ കുളിക്കുന്നത് എന്തിനാ? രാവിലെ എവിടെയെങ്കിലും പോവാനുണ്ടോ? ഒന്നും അറിയില്ലേ മോൾക്ക്? അമ്മയൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ? ആ, എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ വിട്ടുപോയി. കല്യാണ പിറ്റേന്ന് രാവിലെ കുളിച്ചിട്ടേ അടുക്കളയിൽ കേറാവൂ. അതെന്താ? അതങ്ങനെയാ. ചെന്ന് കുളിക്കേ, എന്നിട്ട് ചായ കുടിക്കാം. ചെല്ലും മോളെ. ചെറിയ കുട്ടികളെ പോലെയാ, പാവം. ഹലോ. രാവിലെ ഞാൻ 2-3 തവണയായി വിളിക്കുന്നു. നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? ഇപ്പൊ എടുത്തല്ലോ. അവിടെ എന്തുണ്ട് പ്രിയ വിശേഷം? രാവിലെ ഇതിലൊരു വെളുത്ത കാക്ക മലർന്നു പറഞ്ഞു, അതാ വിശേഷം. പ്രിയേ, രാത്രിയിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. മച്ചിന്റെ മുകളിൽ ഏതോ ജീവിയുടെ കരച്ചിലും ബഹളവും, മരപ്പെട്ടിയാ പോലും. പിന്നെ കൊതുകിന്റെ ശല്യം, അതങ്ങനെ. ഇതൊക്കെ വലിയ കാര്യാണോ മോളെ? എനിക്കറിയാം, അമ്മ ഇങ്ങനെ പറയുന്ന. ആ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? ബ്രേക്ക്ഫാസ്റ്റ് കാട്ടുചെമ്പോ കപ്പയോ എന്തെല്ലാമോ പുഴുങ്ങിയത്, കാന്താരി മുളകിന്റെ ചട്നിയും. കണ്ടപ്പോഴേ എരിവ് കൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞു. നാടൻ ഫുഡല്ലേ പ്രിയേ ഇപ്പോഴത്തെ ട്രെൻഡ്? ദേ അമ്മേ, ഞാൻ വല്ലതും പറഞ്ഞ കൂടിപ്പോവേ. ഉച്ചക്കിനി എന്താണാവോ കഴിക്കാൻ കിട്ടുന്നത്? നിന്റെ ശാഠ്യം കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യ് പ്രിയേ. പുതിയൊരു വീട്ടിലേക്ക് ചെന്നതല്ലേ, ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. 2 ദിവസം കഴിയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളൂ. അതിന് 2 ദിവസം ഞാനിവിടെ നിന്നെങ്കിലല്ലേ. ഈ കാട്ടു മനുഷ്യരുടെ കൂടെ
എനിക്ക് പൊരുത്തപ്പെട്ടു പോവാൻ പ്രയാസമാണ്. പ്രിയേ, ഹലോ ഹലോ. ഹരിയേ, അവിടെ നിന്നേടാ. നീ രാവിലെ അമ്പലത്തിലേക്ക് പോയിരുന്നു? തനിച്ചോ? ഭാര്യയെ കൂട്ടായിരുന്ന എന്താ? ഹേയ്, ഒറ്റയ്ക്ക് പോയി തൊഴുതിട്ട് വരാൻ തോന്നി. എടാ, ആ തോന്നല് തെറ്റാ. ഒറ്റയ്ക്ക് പോകാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? ഇന്നലെ ഞാൻ പറഞ്ഞതൊക്കെ മറന്നുപോയോ? സുപ്രിയ ഒരുങ്ങി ഇറങ്ങാൻ താമസിക്കാൻ തോന്നിട്ടാ. ഓ ഛേ, എടാ അപ്പൊ വെയിറ്റ് ചെയ്യണമായിരുന്നു. രാവിലെ ഇയാൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നല്ലോ. ഭാര്യയ്ക്ക് വേണ്ടി ശകല നേരം കാത്തു നിൽക്കുന്നോണ്ട് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. അതെ, അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയാ. എല്ലാ പെൺകുട്ടികളും തന്റെ പുരുഷനിൽ നിന്ന് അങ്ങനെ ഒരു കൺസിഡറേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ചുടുകട്ടയ്ക്കും ഇടയിലുള്ള സിമന്റ് ചാന്താണ് അത്തരം പരിഗണനകൾ. കട്ട ബലപ്പെട്ടാൽ കെട്ട് ബലപ്പെടും, കെട്ട് ബലപ്പെട്ടാൽ കെട്ടിടം ബലപ്പെടും. ഏത് കെട്ടിടം? ദാമ്പത്യ ജീവിതമെന്ന് പറയുന്ന കെട്ടിടം. മനസ്സിലായോടാ കഴുതേ? അമ്മാവനൊരു കൗൺസിലിംഗ് സെന്റർ തുടങ്ങിയ നന്നായിരിക്കും. കൗൺസിലിംഗ് നടത്തിയൊന്നും അല്ലടാ, അനുഭവത്തിന്റെ പരിചയത്തിൽ നിന്ന് ചിലത് പറഞ്ഞതാ. ഇന്നലെ രാത്രിയില് പുറത്തിറങ്ങിയുള്ള നിന്റെ ആ ഇരിപ്പ് എനിക്ക് അത്ര പിടിച്ചില്ല. അല്ലെങ്കിൽ സുപ്രിയയും ഒപ്പം ഇരിക്കണായിരുന്നു. ഇരിക്കുന്നിടത്തും നടക്കുന്നിടത്തും എല്ലാം ഭാര്യയെ കൊണ്ടുപോകണമെന്നുണ്ടോ? ഉണ്ട്. എടാ, കല്യാണം കഴിഞ്ഞ് കുറച്ചു നാളത്തേക്കെങ്കിലും അങ്ങനെ വേണ്ടി വരും. ഒരുമിച്ചൊരു നടത്തം, അമ്പലത്തിൽ പോക്ക്, ഷോപ്പിംഗ്, ഒരുമിച്ചൊരു സിനിമ. ഇതെല്ലാം ഏതൊരു നവവധുവിന്റെയും ഇഷ്ടങ്ങളാണ്. അത്തരം എഴുന്നള്ളിപ്പുകള് ബോറാമ്മാവ. ഓ എടാ, ജീവിത പങ്കാളിയുടെ സന്തോഷത്തിന് വേണ്ടി കൊച്ചു കൊച്ചു ബോറത്തരങ്ങളൊക്കെ അങ്ങ് സഹിക്കണമെന്നേ. എന്റെ നോട്ടത്തിൽ സുപ്രിയ ഒരു പാവം കുട്ടിയാ. ദുബായിൽ വളർന്നതിന്റെ പൊങ്ങച്ചൊന്നുമില്ല. നിനക്ക് ചേരും. എടാ, ദൈവം അത്രയും ഒപ്പിച്ചു തന്ന സ്ഥിതിക്ക് എടാ, ഒരു സൈഡിലൂടെ ജീവിതം അങ്ങ് മനോഹരായിട്ട് കൊണ്ടുപോയിക്കൂടെ ഹരി? ഞാനതിന് കുഴപ്പമൊന്നും കാണിച്ചില്ലല്ലോ. കാണിക്കരുത്. കാണിക്കാൻ ഞങ്ങള് സമ്മതിക്കില്ല. പഴയ ഓർമ്മകളുടെ കെട്ടുപാടുകൾ വിട്ടിട്ട് ഹരി ഒന്ന് സ്മാർട്ടാക്ക്. ഞാനങ്ങനെ ഓർമ്മകൾ കൊണ്ട് നടക്കൊന്നുമല്ല. ഇതാ നിങ്ങളുടെ എല്ലാം തെറ്റിദ്ധാരണ. തെറ്റിദ്ധാരണയെങ്കിൽ അങ്ങനെ അങ്ങനെ തെറ്റായി ധരിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നത് നീയാ. നോക്ക് ഹരി, ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാണ് വിവാഹം. ഇന്നലെ വരെ ഒന്നായിരുന്ന വ്യക്തി ഒരു താലികെട്ടിലൂടെ രണ്ടാവുകയാണ്. പെണ്ണിന്റെ കൈ ചെറുക്കന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ചടങ്ങില്ലേ, കാരണവന്മാര് യുക്തിപൂർവ്വം ഉണ്ടാക്കിയ ചടങ്ങാണത്. രണ്ട് ജീവിതങ്ങൾ തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന ചടങ്ങായി അതിനെ കാണണം. എടാ, കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയൂ മോനെ. ഇനി നിന്റെ കണ്ണും കാഴ്ചയും എല്ലാം സുപ്രിയ. ഹരിപ്രസാദ് ഓർക്കുന്നില്ലേ എന്റെ തങ്കമ്മേ? എന്നെ തനിച്ചാക്കിയിട്ട് അവള് പോയിട്ട് വർഷം 18 ഇപ്പൊ ചില ദിവസം നേരം വെളുത്ത് ഉണരുമ്പോ അവള് ചായയും കൊണ്ട് വരുമല്ലോ എന്ന് വിചാരിച്ചു കുറച്ചു നേരം കിടക്കും. തങ്കമ്മ ഇല്ലല്ലോ എന്ന് പിന്നെയാ ഓർക്കുന്നത്. ഭർത്താവ് മരിച്ച ഭാര്യ മക്കളുടെയും കൊച്ചുമക്കളുടെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. നാമം ചൊല്ലിയും പ്രാർത്ഥിച്ചും അവരെ ആശ്വാസം കണ്ടെത്തും. എന്നാ ഭാര്യ മരിച്ച ഭർത്താവ് ഒറ്റപ്പെട്ടു പോകും. മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ആ ഒറ്റപ്പെടൽ നികത്താനാവില്ല. പിന്നെ ആ പുരുഷന്റെ ജീവിതം മൊത്തത്തിൽ ഒരു നെടുവീർപ്പായിരിക്കും. മോനെ, അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുന്നതാ. അമ്മാവ, സുപ്രിയയെ സ്നേഹിക്കണം എന്നാ മോൻ ചെല്ല്. വീട്ടിൽ തിരക്കുന്നുണ്ടാവും. എനിക്ക് ആ സഹകരണ സംഘത്തിന്റെ ഓഫീസിലൊന്ന് കയറണം. ഞാൻ പിന്നെ വരാം. മോൻ ചെല്ല്. രവി റൂമിൽ എന്തെടുക്കുമായിരുന്നു? ഞാൻ വിളിച്ചത് കേട്ടില്ലേ? ആകെ ബോറടിക്കുന്നു. സുപ്രിയ ഇല്ലാത്തതുകൊണ്ട് ഒരു രസവുമില്ല. അതും ഇതും പറഞ്ഞ് എപ്പോഴും വഴക്കൂടുമെങ്കിലും മോളുള്ളപ്പോ വീട് ലൈവായിരുന്നു. പെൺകുട്ടികൾ മാത്രമുള്ള എല്ലാ വീട്ടിലെ അവസ്ഥ ഇതാണ് രവി. നമുക്കാണെങ്കിൽ ഒരു മോള് മാത്രം.
നമ്മുടെ കൂടെ ദത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പയ്യനെ ആലോചിച്ചാൽ മതിയായിരുന്നു. അതാവുമ്പോ പ്രിയെന്നും നമ്മുടെ കൂടെ ഉണ്ടായനെ. ദേ രവി, അവളൊരു പെൺകുട്ടിയാ, എന്നും നമ്മുടെ കൂടെ നിൽക്കേണ്ടവളല്ല. പിന്നെ ദത്ത് നിൽക്കാൻ തയ്യാറാകുന്ന പയ്യന് എന്തെങ്കിലും പ്രോബ്ലം കാണും. ചിലപ്പോ സാമ്പത്തികമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോരായ്മ. എന്നാലും രണ്ടുപേരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. കഴിഞ്ഞു പോയതിനെ പറ്റി ഇനി അത്തരത്തിൽ ചിന്തിക്കാതിരിക്കും രവി. ഹരിപ്രസാദിനെ പോലെ നല്ലൊരു പയ്യനെ കിട്ടിയില്ലേ, അത് ഭാഗ്യാന്ന് വിചാരിക്കാം. എന്നിട്ടും പ്രിയ ഓരോരോ അസൗകര്യങ്ങൾ പറയല്ലേ. അതൊക്കെ മാറും. തുടക്കത്തിന്റെ ഒരു പ്രശ്ന. നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. അവര് വിരുന്നിന് വിളിക്കണ്ടേ? നാളെ തന്നെ പോയേക്കാം. വാ. ഹരി, ഇവിടെ ഇപ്പൊ നിങ്ങളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നാളെ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു നിങ്ങളെ വിരുന്നിന് വിളിക്കാനായിട്ട്. അതിനു മുമ്പ് വിരുന്ന് സ്വീകരിക്കാൻ ഞങ്ങൾ എത്തിയില്ലേ? കേറി വാ. കേറുവാ. വാ ഹരി. വാ, ഇരിക്ക് ഇരിക്ക്. രവി. അച്ഛനും അമ്മയൊക്കെ എന്ത് പറയുന്നു? വീട്ടിലുണ്ട്. ആ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് രണ്ടാൾക്കും വിഷമായി. അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു. നാളെ തന്നെ തിരിച്ചെത്തിയിരിക്കണമെന്നാണ് കണ്ടീഷൻ. ചെമ്പിരിക്കിലേക്ക് വന്ന് വിരുന്നിന് ക്ഷണിക്കാത്തോണ്ടൊന്നും തോന്നല്ലേ ഹരി. നാളെ വരാനിരുന്നതാ. അതൊന്നും സാരമില്ല. ആ, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ആ. എന്താ വേണ്ടത്? എന്തായാലും മതി. ഇരിക്കേ. നമ്മളെ വിളിക്കാതെ അവരിങ്ങ് വന്നത് എന്തായിരിക്കും? പെട്ടെന്ന് അങ്ങനെ തോന്നിക്കാണും. നമ്മൾ പേടിച്ചതുപോലുള്ള പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു. രണ്ടുപേരും ഹാപ്പിയാ. ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം കൊണ്ട് ഒക്കെ ശരിയാവൂന്ന്. ഇത്ര ഉള്ളു കാര്യങ്ങള്. ആ, മോളെ, ഹരി ഒറ്റയ്ക്കെടുത്തിട്ട് നീ ഇങ്ങ് പോന്നോ? ഒറ്റയ്ക്കിരിക്കാനാ ഹരിക്കിഷ്ടം. അല്ല, ഹരിപ്രസാദ് ആളെങ്ങനെയാ പ്രിയേ? പെർഫെക്റ്റ് ജെന്റിൽമാൻ. നാളെ തിരിച്ചു പോകാനൊന്നും പറ്റില്ല കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. ഹരിയോട് ഞാൻ സംസാരിച്ചോളാം. ഹരി വേണമെങ്കിൽ പോക്കോട്ടെ, ഞാനില്ല. അതെങ്ങനെ ശരിയാവും? 2-3 ദിവസം ഒരുമിച്ചോടെ തങ്ങിയിട്ട് 2 പേർക്ക് ഒരുമിച്ച് പോവാം. അത് നടക്കില്ല അമ്മേ. ഞാൻ ഇനി ആ വീട്ടിലേക്കില്ല. പ്രിയേ, എന്താ നീ പറയുന്നേ? അതെ, ഹരിയുടെ ആ പഴഞ്ചൻ വീട്ടിലേക്ക് ഇനി ഞാൻ പോകുന്ന പ്രശ്നമില്ല. ഇറ്റ് ഇസ് ഡിസൈഡഡ്. നീ എന്തെങ്കിലും ഒന്ന് പറയേ. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. റിപ്പീറ്റ് ചെയ്തെന്ന് വെച്ചാൽ അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞ് 2 ദിവസമേ ആവുന്നുള്ളൂ. നീ ഇവിടെ ഒന്ന് താമസിക്കാന്ന് വെച്ചാ അതെങ്ങനെ ശരിയാവും? അവരുടെ കാഴ്ച ബംഗ്ലാവിൽ പോയി താമസിക്കുന്നത് എനിക്ക് ഒട്ടും ശരിയാവില്ല. പതുക്കെ പറ, ഹരി അപ്പുറത്തുണ്ട്. എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ കാണണമല്ലോ. അതേ ഞാനും പറഞ്ഞുള്ളൂ. ഹരിയോട് നീ ഈ വിവരം സൂചിപ്പിക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. രേണുകേച്ചിയോട് പറഞ്ഞോ? അമ്മയ്ക്കിത് എന്തിന്റെ കേടാ? അവരോട് ഞാൻ ഈ വിഷയം സംസാരിക്കാനോ? കഴിഞ്ഞ നൂറ്റാണ്ട് ജീവിക്കുന്നവരാ ഇപ്പോഴും ഹരിയുടെ അമ്മയും അച്ഛനും. കുറച്ച് ഭേദം ആ അമ്മാവനാ. ഹരിയോട് നിങ്ങൾ സംസാരിക്കേ. വരും വരായികൾ പലതും ആലോചിക്കാതെ ഒന്നും പറയാൻ പറ്റില്ല. നിന്റെ ഈ എടുത്തുചാട്ടത്തിന് കൂട്ടു നിൽക്കാനും പറ്റില്ല. എപ്പോഴും ഇത് തന്നെ അച്ഛൻ പറയുന്നേ. എന്റെ ബുദ്ധിമുട്ട് ആർക്കും പ്രശ്നമല്ലേ? നിന്നെ ഇവിടെ താമസിക്കാൻ വിട്ടിട്ട് ഹരിപ്രസാദ് പോകുമെന്ന് തോന്നുന്നില്ല. അഥവാ അതിന് തയ്യാറായാലും അതൊരു നല്ല ലക്ഷണമല്ല. പിന്നെ ഒരു വഴിയെന്ന് വെച്ചാൽ ഹരിയും കൂടി ഇവിടെ താമസിക്കണം. പക്ഷേ അയാൾ അഭിമാനിയാ. സമ്മതിക്കുമെന്ന് എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. അഭിമാനം പുരുഷന് മാത്രമേ ഉള്ളൂ. സ്ത്രീകൾക്ക് പാടില്ലേ? ഭാര്യയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും ഭർത്താവിന്റെ വീട്ടിൽ താമസിച്ചോളണം. അത് തൊഴുത്തായാലും അഡ്ജസ്റ്റ് ചെയ്യണം.
പക്ഷെ ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസിക്കില്ല. അദ്ദേഹം അഭിമാനിയാണല്ലോ. ഇതെല്ലാം നമ്മുടെ നാട്ടുരീതികളാ. ഓരോന്നിനും ഓരോ സിസ്റ്റം ഉണ്ട്. അത് തിരുത്താനാണോ പ്രിയയുടെ ശ്രമം? സ്വന്തം ജീവിതത്തിന്റെ കാര്യം ആലോചിക്കുന്നീ. എന്റെ ജീവിതത്തിന്റെ കാര്യമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. പ്രിയ, തുറന്നു പറ. നീ ഹരിയോട് എന്തെങ്കിലും തുറന്നു സംസാരിച്ചോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഇതുവരെ ഇല്ല. പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് ഞാനൊരു കണ്ടീഷൻ വെച്ചത്. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കണമെങ്കിൽ അത് ചെമ്പിരിക്കൽ വീട്ടിൽ പറ്റില്ല. അടുത്ത ഓപ്ഷൻ എന്താണെന്ന് അച്ഛനും അമ്മയ്ക്കും തീരുമാനിക്കാം. എന്തായാലും ഞാൻ അഗ്രി ചെയ്യാം. പക്ഷെ തീരുമാനം എടുക്കുന്നത് ഞാനും കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്ന് മാത്രം.